നാം സഞ്ചരിക്കുന്ന വാഹനങ്ങളൊക്കെ സഞ്ചരിക്കേണ്ട ചില പാതകളുണ്ട്. സഞ്ചരിക്കേണ്ട പാതകളിൽ നിന്നും മാറുമ്പോഴാണ് സഞ്ചാരത്തിന് അപകടമുണ്ടാവുന്നത്. നമ്മുടെ ബസ്, കാറ്, സ്കൂട്ടറ്, സൈക്കിള്, ലോറി ഇതെല്ലാം റോഡിലൂടെയാണ് സഞ്ചരിക്കുക. കപ്പൽ, ബോട്ട് വെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുക. തീവണ്ടി, റെയിൽ പാളത്തിലൂടെയാണ് സഞ്ചരിക്കുക. വിമാനം ആകാശപാതയിലൂടെയാണ് സഞ്ചരിക്കുക. ആകാശം അതിവിശാലമാണെന്നുണ്ടെങ്കിലും നാം സഞ്ചരിക്കുന്ന ഏത് വിമാനത്തിനും ഒരു പാത കൊടുക്കുന്നുണ്ട്, റൂട്ട് കൊടുക്കുന്നുണ്ട്. ആ റൂട്ട് മാറിയാൽ തീർച്ചയായിട്ടും അപകടം ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനും ഓരോ ജീവിത പാതയുണ്ട്. നമ്മുടെ ജീവിതത്തിനുണ്ടൊരു പാത, സഞ്ചാരപാത. ഓരോന്നിനും ഓരോ സഞ്ചാരപാതയുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിനും ഒരു പാതയുണ്ട്. നാം സഞ്ചരിക്കുന്ന പാതയിൽ നിന്നും, സഞ്ചരിക്കേണ്ട പാതയിൽ നിന്നും നാം മാറിയാൽ നമ്മുടെ സഞ്ചാരം ലക്ഷ്യത്തിലെത്തുകയുമില്ല, സഞ്ചാരത്തിന് അപകടം ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് മാത്രമല്ല അപകടം ഉണ്ടാവുക, നമ്മോടൊപ്പം സഞ്ചരിക്കുന്നവർക്കോ, നാം കൂടെ കൂട്ടിയവർക്കോ, നമ്മുടെ കൂടെ നമ്മെ വിശ്വസിച്ച് നടക്കുന്നവർക്കൊക്കെ അപകടം ഉണ്ടാവും. വിമാനാപകടം ഉണ്ടാകുമ്പോൾ വിമാനത്തിൻ്റെ നിയന്ത്രിക്കുന്ന പൈലറ്റിന് മാത്രമല്ല അപകടം ഉണ്ടാകുന്നത്, തീവണ്ടി ഡ്രൈവർക്ക് മാത്രമല്ല, ഏത് വാഹനത്തിൽ നിയന്ത്രിക്കുന്നവർക്ക് മാത്രമല്ല. നമ്മൾ വിചാരിക്കും അവരുടെ കുഴപ്പം കൊണ്ടാണ്, പക്ഷേ അതിൻ്റെ ആഘാതം ഏൽക്കുന്നത് മറ്റുള്ളവർക്ക് കൂടിയാണ് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ താളം തെറ്റുമ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെയോ, നമ്മുടെ കരുതലിന് ഏൽപ്പിച്ച് തന്നിട്ടുള്ളവരുടെയോ, നാം കരുതേണ്ടവരുടെയോ, നമ്മെ വിശ്വസിക്കുന്നവരുടെയോ, നമ്മെ ആശ്രയിക്കുന്നവരുടെയോ ഒക്കെ പാളവും തെറ്റും. ഈ തീവണ്ടിയൊക്കെ പാളം തെറ്റിക്കഴിയുമ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ച ബ്ലാക്ക് ബോക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടാണ് പാളം തെറ്റിയത് എന്ന് വിശദമായി പഠിക്കാറുണ്ട്. അതിൻ്റെ കാരണം വീണ്ടും അങ്ങനെ ഒരു പാളം തെറ്റൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗത്ത്. അതുപോലെ ആ തീവണ്ടിക്കും, അതുപോലെ ആ പാളത്തിനും. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പുതുവർഷത്തിൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അവിടെ നമ്മൾ പാളം തെറ്റി എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രശ്നമല്ല, ആ സ്ഥലത്ത് വെച്ച് അത് സംഭവിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പാളം തെറ്റിയത് നമ്മുടെ വാഹനമാണ്. പാളം തെറ്റാൻ കാരണം പാളത്തിൻ്റെ മാത്രം പ്രശ്നമാവണമെന്നില്ല, സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ പ്രശ്നവും ആവാം. അപ്പം ആ തീവണ്ടിയുടെ താളം തെറ്റിയപ്പോഴാണ് അവിടുത്തെ പാളം തെറ്റിപ്പോയതും അവിടെ അപകടമുണ്ടായത്. മാതാപിതാക്കളുടെ താളം തെറ്റിയാൽ മക്കളുടെ പാളം തെറ്റും. അധ്യാപകൻ്റെ താളം തെറ്റിയാൽ കുട്ടികളുടെ പാളം തെറ്റും. ഗുരുവിൻ്റെ താളം തെറ്റിയാൽ ശിഷ്യരുടെ പാളവും തെറ്റും. ഏത് നേതൃത്വത്തിൻ്റെ താളമാണോ തെറ്റുന്നത് അതിൻ്റെ ആഘാതം നേതൃത്വത്തിന് മാത്രമല്ല അനുയായികൾക്കിടെ കൂടിയാണ്. കാരണം ആ താളം തെറ്റൽ ബാധിക്കുന്നത് അനുയായികളെയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ വർഷം തിരിച്ചറിയേണ്ടത് നാം മുഖാന്തരം മറ്റാരുടെയും പാളം തെറ്റാൻ, ജീവിതത്തിൻ്റെ പാളം തെറ്റാൻ ഇടയാവരുത് എന്ന് ഒരു ദൃഢപ്രതിജ്ഞ നമുക്കെടുക്കാം. നമ്മുടെ യാത്രയും സുഗമമാകണം. അതോടൊപ്പം നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കളാവാം, നമ്മുടെ മക്കളാവാം,
നാം പഠിപ്പിക്കുന്നവരാവാം, നമ്മെ അനുഗമിക്കുന്നവരാവാം, നമ്മെ വിശ്വസിക്കുന്നവരാവാം. അവരുടെ യാത്രയും സുഗമമാവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൻ്റെ താളം നന്നായി നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.